From the following particulars of Mr. Vinod, prepare bank reconciliation statement as on March 31, 2017. അപ്പോൾ നമുക്ക് വിനോദിന്റെ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതിൽ എന്തൊക്കെ ഡാറ്റയാണ് തന്നിരിക്കുന്നത്? ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക്. നമ്മുടെ ക്യാഷ് ബുക്ക് പ്രകാരം ബാങ്ക് ബാലൻസ് എത്രയെന്നുള്ളതാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 50,000 rupees ആണ് തന്നിരിക്കുന്നത്. ഇനി ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാങ്ക് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് 50,000 പറഞ്ഞിട്ട് നമ്മൾ എഴുതി. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. ചെക്ക് നമ്മൾ സപ്ലയറിന് കൊടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്ററിന് കൊടുത്തു. നമ്മൾ ഒരു 6,000 രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ചെക്ക് കൊടുത്തു. ആ ചെക്ക് കൊടുത്ത ഉടനെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ബാങ്കിൽ നിന്ന് 6,000 രൂപ കുറഞ്ഞു പറഞ്ഞിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആ ക്രെഡിറ്റർ അല്ലെങ്കിൽ ആ സപ്ലയർ ആ ചെക്ക് ഇനിയും ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടില്ല. വൺസ് അത് ബാങ്കിൽ പ്രസന്റ് ചെയ്താൽ മാത്രമേ ബാങ്കിൽ നിന്ന് ആ എമൗണ്ട് കുറയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോ ചെക്ക് കൊടുത്തതും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എമൗണ്ട് കുറഞ്ഞു പറഞ്ഞ് നമ്മൾ കാണിച്ചു. പക്ഷെ ബാങ്കിൽ ഇനിയും ആ ചെക്ക് എന്താണ്? പ്രസന്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത് കാരണം എന്താണ്? ബാങ്കിൽ ആ എമൗണ്ട് പോയതായിട്ട് കാണിച്ചിട്ടുമില്ല. അപ്പൊ എന്തായി? ഈ ക്യാഷ് ബുക്കും ബാങ്കും തമ്മിൽ ഡിഫറൻസ് വന്നു. അപ്പോൾ ഇത് ടാലി ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ബാങ്കിൽ നിന്ന് ആക്ച്വലി ആ എമൗണ്ട് പോയിട്ടില്ല. നമ്മുടെ ബുക്സിൽ മാത്രമേ നമ്മൾ പോയതായിട്ട് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റീകൺസിലേഷൻ ചെയ്യുന്ന സമയത്ത് ഈ എമൗണ്ടിനെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യും. ആഡ് ബാക്ക് ചെയ്യുമ്പോൾ രണ്ടും ടാലി ആവും. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ 6,000 നമ്മൾ ആഡ് ബാക്ക് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ്, ബാങ്ക് ഹാഡ് ഡയറക്ട്ലി കളക്റ്റഡ് ഡിവിഡൻഡ് ഓഫ് 8,000 and credited to bank account but was not entered in the cash book. ബാങ്ക് ബിസിനസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഡിവിഡൻഡ് കളക്ട് ചെയ്തു. ഡിവിഡൻഡ് കിട്ടാനുള്ളതായിരുന്നു. അത് ബാങ്ക് ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്തു. അപ്പൊ എന്തായി? ബാങ്ക് ബാലൻസ് കൂടി, അല്ലെ? പക്ഷെ ഈ കാര്യം ബിസിനസ്സിൽ അറിഞ്ഞിട്ടില്ല. ബാങ്ക് കളക്ട് ചെയ്തു, നേരിട്ട് കളക്ട് ചെയ്തു എന്നുള്ളത് അറിഞ്ഞിട്ടില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? എമൗണ്ട് കിട്ടിയതായിട്ട് കാണിച്ചിട്ടില്ല. അവർക്ക് അത് അറിയില്ല. അപ്പൊ വൺസ് ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോഴാണ് അറിയുന്നത് എന്ത്? ഓ, 8,000 നമുക്ക് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാങ്ക് ബാലൻസ് അത്രയും കണ്ട് കൂടിയിട്ടുണ്ട് പറഞ്ഞ് എൻറ്റർ ചെയ്യണം എന്ന് പറയാം, അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ ഒരു എമൗണ്ട് നമ്മുടെ ക്യാഷ് ബുക്കിന്റെ ബാങ്ക് കോളത്തിൽ നമ്മൾ ഈ എമൗണ്ട് എൻറ്റർ ചെയ്തിട്ടില്ല. അപ്പൊ അത് എൻറ്റർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യും? 8,000 പിന്നെയും നമ്മൾ അവിടെ ആഡ് ചെയ്യും. അപ്പൊ എന്താവും? രണ്ട് ബാലൻസും തമ്മിൽ അപ്പോഴും ടാലി ആവും ആ ഒരു സമയത്ത്. അപ്പൊ ഈ 8,000 നമ്മൾ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യണം. ഓക്കെ. അടുത്തത്, ബാങ്ക് ചാർജസ് ₹400 were not entered in the cash book. അതായത് ബാങ്ക് എല്ലാ മാസവും ഒരു ചാർജ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിടിക്കൂ, അല്ലെ? അപ്പോ ബാങ്ക് എന്ത് ചെയ്തു? ആ ചാർജ് 400 rupees എന്ത് ചെയ്തു? ആ ചാർജ് പിടിച്ചു. ചാർജ് പിടിച്ചപ്പോ എന്തായി? ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കുറഞ്ഞു. ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കുറഞ്ഞു. പക്ഷെ ഇത് നമ്മുടെ ഫേം അറിഞ്ഞോ എന്നാണ് പിടിച്ചതെന്നുള്ളത്? ഇല്ല. എപ്പോഴായിരിക്കും ആ ഫേം അറിയാം? വൺസ് ആ സ്റ്റേറ്റ്മെന്റ് കൈ കിട്ടുമ്പോഴാണ് അറിയാം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് കിട്ടി കമ്പയർ ചെയ്തപ്പോൾ ഫേമിന് എന്ത് മനസ്സിലായി? ബാങ്ക് ചാർജസ് 400 ബാങ്ക് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ എൻറ്റർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്യും? അത്രയും എമൗണ്ട് ബാങ്കിൽ നിന്ന് കുറഞ്ഞതായിട്ട്, ആ ചാർജസ് ഡിഡക്ട് ചെയ്തത് കുറഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻറ്റർ ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ആ 400 ഡിഡക്ട് ചെയ്യണം, അല്ലെ? നമ്മുടെ ബുക്സിൽ നിന്ന് 400 ഡിഡക്ട് ചെയ്യണം. അപ്പൊ എന്താവും? രണ്ടും തമ്മിൽ ടാലി ആവും. അപ്പൊ ഈ 400 നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ. അടുത്തത് എന്താ പറയുന്നത്? എ ചെക്ക് ഫോർ ₹6,000 വാസ് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് അറ്റ് ക്ലിയർഡ് ബൈ ദ ബാങ്ക്. നമുക്കൊരു ചെക്ക് കിട്ടി. ചെക്ക് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അക്കൗണ്ടിൽ എമൗണ്ട് കയറി, കൂടുതലാണ് പറഞ്ഞിട്ട് കാണിച്ചു. നമുക്ക് എമൗണ്ട് കിട്ടി പറഞ്ഞിട്ട് കാണിച്ചു. എന്നിട്ട് ആ ചെക്കിനെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റും ചെയ്തു. പക്ഷെ ആ ചെക്ക് ഇനിയും ക്ലിയർ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. വൺസ് അത് ക്ലിയർ ചെയ്ത് വന്നാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിൽ എന്ത് ചെയ്യുള്ളൂ? ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ കൂടി വന്നിട്ട് കാണിക്കുള്ളൂ, അല്ലെ? അപ്പൊ ആ ചെക്ക് ഇനിയും ക്ലിയർ ചെയ്ത് വന്നിട്ടില്ല. പക്ഷെ നമുക്ക് ചെക്ക് കിട്ടിയത് നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് പൈസ കിട്ടി, ബാങ്കിൽ എമൗണ്ട് കൂടി വന്നിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? നമുക്ക് ഈ സംഭവത്തിനെ മൈനസ് ചെയ്യണം. വൺസ് ഇത് ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ ആ എമൗണ്ട് കയറുള്ളൂ. അന്നേരം മാത്രം നമുക്ക് ബുക്സിലും കയറ്റാം. അപ്പൊ ബാങ്ക് റീകൺസിലേഷൻ സമയത്ത് എന്ത് ചെയ്യും? ആ എമൗണ്ടിനെ നമ്മൾ ഡിഡക്ട് ചെയ്ത് കാണിക്കും. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. എങ്ങനെ ബാങ്ക് റീകൺസിലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. ഇനി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ.
അപ്പോൾ ഇല്ലുസ്ട്രേഷന്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നിങ്ങൾക്കിപ്പോൾ രണ്ട് കോളം ആയിട്ട് ഇട്ടിട്ടും ചെയ്യാം. എങ്ങനെ? ഇവിടെ പർട്ടിക്കുലേഴ്സ്, ഇവിടെ എമൗണ്ട്, അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ ടേബുലാർ ഫോമിൽ എങ്ങനെയാണ്? ഒരു കോളത്തിൽ പർട്ടിക്കുലേഴ്സ്, പിന്നെ ഒരു കോളത്തിൽ ആഡ് ചെയ്യേണ്ട എമൗണ്ട്, പിന്നെ ഒരു കോളത്തിൽ മൈനസ് ചെയ്യേണ്ട എമൗണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇവിടെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ആദ്യം തന്നിരിക്കുന്നത്? ക്യാഷ് ബുക്കിലെ ബാലൻസ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്രയാണ്? 50,000. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ ഏതൊക്കെ ആഡ് ചെയ്യണം പറഞ്ഞു? ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് പറഞ്ഞിട്ട് 6,000 നമുക്ക് ആഡ് ചെയ്യണം. അപ്പൊ 50,000 കൂടെ 6,000 ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 56,000 വന്നു. പിന്നെ ഡിവിഡൻഡ് നമുക്ക് വേണ്ടി ബാങ്ക് കളക്ട് ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മുടെ ബുക്സിൽ ആഡ് ചെയ്ത് കാണിക്കണം. പിന്നെ ബാങ്ക് ചാർജസ് പിടിച്ചിട്ടുണ്ട് അല്ലെ? ബാങ്ക് ചാർജസ് പിടിച്ചിട്ടുണ്ട്, അതെന്ത് ചെയ്യണം? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പൊ ലെസ് നമ്മുടെ ചാർജസ് 400. പിന്നെ ചെക്ക് ഇനിയും ക്ലിയർ ആയി വരാത്തൊരു ചെക്ക് കിടക്കുന്നുണ്ട് അല്ലെ? നമുക്കത് ആക്ച്വലി കിട്ടിയതാണ്, പക്ഷെ ബാങ്കിലേക്ക് ക്ലിയർ ചെയ്ത് വന്നിട്ടില്ല. അപ്പൊ ആ ഒരു എമൗണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്തു, 6,000 ഡിഡക്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ഈ ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്ത് ലെസ് ചെയ്യാനുള്ളതൊക്കെ ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് പ്രകാരമുള്ള ബാലൻസ് കിട്ടും. അപ്പൊ നേരത്തെ നമ്മുടെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസ് വന്നിട്ട് 50,000 ആയിരുന്നു. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എത്രയായിരുന്നു ബാലൻസ്? 57,600 ആയിരുന്നു. അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലെ? ഒരു 7,600 രൂപയുടെ ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മൾ ഇങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് കണ്ടുപിടിച്ചത്. അപ്പൊ 2 ആഡ് ചെയ്യാനും 2 അവിടെ ലെസ് ചെയ്യാനും ഉണ്ടായിരുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് കിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ഇല്ലുസ്ട്രേഷൻ നോക്കാം. എന്താ ഈ ഒരു ഇല്ലുസ്ട്രേഷനിൽ പറയുന്നത്? From the following particulars of Anil and Co, prepare a bank reconciliation statement as on August 31st, 2017. ഇനി എന്തൊക്കെ ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് പ്രകാരം നമ്മുടെ ബാങ്ക് ബാലൻസ് എത്രയാണ്? 54,000 ആണ്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ₹100 ബാങ്ക് incidental charges debited to Anil and Co account which is not recorded in cash book. അതായത് നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്? 100 rupees ബാങ്ക് ചാർജസ് വന്നിട്ട് ബാങ്ക് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ചാർജ് ചെയ്തിട്ടുണ്ട്, ഡിഡക്ട് ചെയ്തിട്ടുണ്ട് 100 rupees. അപ്പൊ ബാങ്കിന്റെ അക്കൗണ്ടിൽ എന്താണ്? അത്രയും എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് അനിൽ ആൻഡ് കോയിന് അറിഞ്ഞിട്ടില്ല. അനിൽ ആൻഡ് കോയിൻ എപ്പോഴാണ് അറിഞ്ഞത്? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൈ കിട്ടുമ്പോഴാണ് അറിയുന്നത്. ഓക്കെ, 100 rupees ഇൻസിഡന്റൽ ചാർജസ് ബാങ്ക് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഒരു 100 rupeesന്റെ ഡിഫറൻസ് വന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ആ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസിന്റെ 100 rupees ബാങ്ക് ഇൻസിഡന്റൽ ചാർജസ് പറഞ്ഞിട്ട് നമ്മൾ ഡിഡക്ട് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി എന്താണ്? ചെക്സ് ഓഫ് ₹5,400 ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്ക് ബട്ട് നോട്ട് യെറ്റ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. അനിൽ ആൻഡ് കോയിന് വന്നിട്ട് അനിലിന്റെ ഒരു കസ്റ്റമറുടെ നിന്ന് എന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു? 5,400 rupeesന്റെ ഒരു ചെക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചെക്ക് കിട്ടിയതും എന്ത് ചെയ്തു? അനിൽ ആൻഡ് കോ അതിന്റെ ബാങ്ക് അക്കൗണ്ടിൽ അത്രയും എമൗണ്ട് കിട്ടി പറഞ്ഞിട്ട് കാണിച്ചു. അപ്പൊ ബാലൻസ് കൂടി. പക്ഷെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് എന്ത്? ആ ചെക്ക് ഇനിയും ക്ലിയർ ചെയ്ത് വന്നിട്ടില്ല എന്നറിഞ്ഞത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വൺസ് അത് ക്ലിയർ ചെയ്ത് വന്നാൽ മാത്രമേ ബാങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ആ എമൗണ്ട് കൂടിയതായിട്ട് കാണിക്കുള്ളൂ. ആ ചെക്ക് ക്ലിയർ ചെയ്ത് വരാത്തത് കാരണം ബാങ്കിൽ ആ എമൗണ്ട് വന്നതായിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്ലിയർ ചെയ്ത് വന്നിട്ടില്ലല്ലോ. അപ്പൊ ആ എമൗണ്ട് ചെയ്തും നമ്മൾ തിരിച്ച് ലെസ് ചെയ്യും. എന്നിട്ട് വൺസ് ഇത് ക്ലിയർ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ആഡ് ചെയ്ത് കാണിക്കും. അപ്പൊ എന്ത് ചെയ്യും? അത് ലെസ് ചെയ്ത് കാണിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ, എ check for ₹20,000 is issued പറഞ്ഞാൽ കൊടുത്തു by Anil and Co but not yet presented for payment. അനിൽ അതിന്റെ സപ്ലയറിന് ഒരു 20,000 rupeesന്റെ ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ചെക്ക് കൊടുത്തതും എന്ത് ചെയ്യും? നമ്മുടെ ഈ അത്രയും രൂപ കുറഞ്ഞു, 20,000 rupees കുറഞ്ഞു പറഞ്ഞിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ സപ്ലയർ വന്നിട്ട് ഇനിയും ആ ചെക്ക് പ്രസന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആ ബാങ്ക് ബാലൻസ് എന്താണ്? അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്, അത് കുറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ കുറച്ച എമൗണ്ട് വീണ്ടും ആഡ് ബാക്ക് ചെയ്യും. അപ്പൊ ചെക്ക് ഫോർ ₹20,000 issued by Anil and Co but not yet presented പറയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അത്രയും പൈസ പോയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് ബുക്കിന്റെ ആ ഒരു ഇതിൽ
നമ്മൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും. ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം ആഡും ലെസ്സും ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് വന്നിട്ട് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിലും അതേപോലെ നമ്മുടെ പാസ്ബുക്കിലുള്ള ബാലൻസും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാന്നുള്ളത് നോക്കാം. സൊല്യൂഷൻ എന്താണ്? നമുക്ക് തന്നിട്ടുണ്ട് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്ക് എത്രയാണ്? 54,000 പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ അതിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ചെക്ക് ഇഷ്യൂ ചെയ്തു, പക്ഷെ എന്ത് ചെയ്തു? ഇനിയും അത് പ്രസന്റ് ചെയ്തിട്ടില്ല, ഒരു 20,000. അപ്പൊ നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. പിന്നെ ചെക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ബാങ്കിൽ അത് കളക്ട് ചെയ്തിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യും? ആ എമൗണ്ട് നമ്മൾ ഡിഡക്ട് ചെയ്തു. പിന്നെ അടുത്ത് എന്താ പറയുന്നത്? ബാങ്ക് ചാർജസ് 100 rupees എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റേറ്റ്മെന്റിൽ നിന്ന് ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചാർജസ് വന്ന് ഡിഡക്ട് ചെയ്ത് കാണിക്കണം. അപ്പൊ 54,000ന്റെ കൂടെ 20,000 ആഡ് ചെയ്ത് 5,400 ഡിഡക്ട് ചെയ്ത് അതേപോലെ ബാങ്ക് ചാർജസ് ആയിട്ടുള്ള 100 rupees ഡിഡക്ട് ചെയ്താൽ നമുക്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് കിട്ടും. അപ്പോൾ ക്യാഷ് ബുക്കും ബാങ്ക് സ്റ്റേറ്റ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് അതിന്റെ എന്ത് പ്രിപ്പയർ ചെയ്തു? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തു. Dealings with overdraft. When the cash book shows an overdraft credit balance, it means withdrawal exceeds the deposits. While preparing the bank reconciliation statement, overdraft are treated as negative balance. Overdraft എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർഡ്രാഫ്റ്റ് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള അമൗണ്ടിനെക്കാട്ടിലും കൂടുതൽ അമൗണ്ട്സ് വിഡ്രോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓവർഡ്രാഫ്റ്റ് എന്ന് പറയും. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഓവർഡ്രാഫ്റ്റ് ബാലൻസിനെ നമ്മൾ നെഗറ്റീവ് ബാലൻസ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പിക്ചറൈസ് ചെയ്യുന്നുണ്ടാവുക. ഡീലിംഗ് വിത്ത് ഓവർഡ്രാഫ്റ്റ്. എന്താണ് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാല്? ഇതുവരെ നാം തയ്യാറാക്കിയത് എന്താണ്? ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ ബാങ്ക് ബാലൻസ് സാധാരണയായിട്ടും പോസിറ്റീവ് ബാലൻസ് ആണ് കാണിക്കുന്നുണ്ടായിരുന്നത്. അതായത് ബാങ്ക് അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നു, എന്നാൽ ചിലപ്പോൾ ബിസിനസ്സിന് ബാങ്ക് ഓവർഡ്രാഫ്റ്റ് ഉണ്ടായിരിക്കും. ഓവർഡ്രാഫ്റ്റ് പറയുന്നത് എന്താണ്? ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ളതിനെക്കാട്ടിലും കൂടുതലായിട്ട് പണം വിഡ്രോ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് ഒരർത്ഥത്തിൽ ബിസിനസ്സിന് ബാങ്ക് പണം കടം കൊടുക്കുന്ന പോലെയാണ്. അതായത് ക്യാഷ് ബുക്കിൽ ഈ ഓവർഡ്രാഫ്റ്റിന് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഉണ്ടാവുക. ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ അതായത് പാസ്ബുക്കിൽ ബാലൻസിന് ശേഷം ഡെബിറ്റ് DR അല്ലെങ്കിൽ OD എന്നായിരിക്കും കാണിച്ചിരിക്കുന്നുണ്ടാവുക. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? ഓവർഡ്രാഫ്റ്റ് അഥവാ ഡെബിറ്റ് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് എന്നതാണ്. റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഓവർഡ്രാഫ്റ്റ് എങ്ങനെ കാണിക്കും? ഓവർഡ്രാഫ്റ്റ് എന്നത് നെഗറ്റീവ് ബാലൻസ് ആയി കണക്കാക്കണം നമ്മൾ. അപ്പോൾ അതായത് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഇത് ഒരു മൈനസ് ഫിഗർ ആയിട്ട് വേണം നമ്മൾ കണക്കാക്കാനായിട്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. On March 31st, 2017, Rakesh had an overdraft of 8,000 as shown by his cash book. അപ്പോൾ എത്ര ഓവർഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു? 8,000 ഉണ്ടായിരുന്നു. ഇതിനെ നമ്മൾ എന്ത് ഫിഗർ ആയിട്ടായിരിക്കും കാണിക്കുക? മൈനസ് ഫിഗർ ആയിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ചെക്ക് അമൗണ്ടിങ് ടു ₹2,000 had been paid in by him but not collected by the bank. ബാങ്കിലേക്ക് ഒരു 2,000 രൂപ ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, പക്ഷെ ബാങ്ക് ഇനി എന്ത് ചെയ്തിട്ടില്ല? കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ എമൗണ്ടിനെ നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കണം. ഓക്കെ. പിന്നെ he issued a check of ₹800 which were not presented to the bank for payment. 800 രൂപയുടെ ഒരു ചെക്ക് ഒരു സപ്ലയറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ബാങ്കിൽ ഇനിയും പേയ്മെന്റിനായിട്ട് എന്ത് ചെയ്തിട്ടില്ല? പേയ്മെന്റിനായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അത്രയും എമൗണ്ട് എന്താണ്? നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിട്ടില്ല അല്ലെ, ആ ഒരു ചെക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ 800 rupees ആഡ് ചെയ്ത് കാണിക്കും. പിന്നെന്താ പറയുന്നത്? There was a debit in his passbook of ₹60 for interest and 100 for bank charges. പിന്നെന്താണ്? ബാങ്ക് പാസ്ബുക്ക് പ്രകാരം 60 രൂപ ഇൻട്രസ്റ്റ് ആയിട്ടും 100 രൂപ ബാങ്ക് ചാർജസ് ആയിട്ടും പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബുക്സിൽ മൈനസ് ചെയ്ത് കാണിക്കണം. ഓക്കെ. ഇനി നമുക്ക് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നോക്കാം.
നമുക്ക് ടേബുലാർ ഫോമിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഇപ്പൊ പർട്ടിക്കുലേഴ്സ് ഉണ്ട്, പിന്നെ എന്തുണ്ട്, amount പ്ലസ് ചെയ്യാനുള്ള amountന് ഒരു കോളം, മൈനസ് ചെയ്യാനുള്ള amountന് ഒരു കോളം. അപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആസ് പെർ ക്യാഷ് ബുക്ക് ആണ് അല്ലെ. ക്യാഷ് ബുക്ക് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഇപ്പൊ ഓവർ ഡ്രാഫ്റ്റ് ആയത് കാരണം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മൈനസ് ഫിഗർ ആയിട്ട് കണക്കാക്കണം. പിന്നെ ചെക്ക് ഡെപ്പോസിറ്റഡ് ബട്ട് നോട്ട് എറ്റ് കളക്റ്റഡ്. അപ്പോൾ ചെക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ എന്താണ് അത് കളക്ട് ചെയ്തിട്ടില്ല. അപ്പൊ എന്താണ്, ആ ഒരു എമൗണ്ട് 2000 rupees നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കും. പിന്നെ ബാങ്ക് ചാർജസ് ഉണ്ടായിരുന്നു അല്ലെ. ബാങ്ക് ചാർജസ് എത്രയായിരുന്നു, 60 rupees ഉണ്ടായിരുന്നു. പിന്നെ 60 rupees ഉണ്ടായിരുന്നു, അതേപോലെ ഇൻട്രസ്റ്റ് ആയിട്ട് ഒരു 100 rupees ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, മൈനസ് ചെയ്ത് കാണിച്ചു. പിന്നെ ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസന്റഡ് ഫോർ പേയ്മെന്റ്. നമ്മൾ ഒരു സപ്ലയറിന് 800 rupees ഒരു ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നീ ബാങ്കിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ബാക്ക് ചെയ്യാം. അപ്പൊ അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ബ്രാക്കറ്റിൽ എന്താണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ് അല്ലെ. ഓവർ ഡ്രാഫ്റ്റ് നമുക്ക് എത്ര കിട്ടും, 9360 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഓവർ ഡ്രാഫ്റ്റ് വരുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നമുക്ക് കുറച്ച് MCQs നോക്കാം. എന്താണ് ആദ്യത്തേതിൽ പറയുന്നത്, a bank reconciliation statement. അതാണ് BRS. A BRS is prepared by bank reconciliation statement. ആരാണ് പ്രിപ്പയർ ചെയ്യുക, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് അക്കൗണ്ട് ഹോൾഡർ ആണ് തയ്യാറാക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ വ്യത്യാസങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്തത് പാസ്ബുക്ക് ഇസ് എ കോപ്പി ഓഫ്. പാസ്ബുക്ക് ഏതിന്റെ കോപ്പിയാണ്, പാസ്ബുക്ക് എന്നത് ബാങ്ക് സൂക്ഷിക്കുന്ന കസ്റ്റമറുടെ അക്കൗണ്ടിന്റെ ഒരു കോപ്പിയാണ്. കസ്റ്റമേഴ്സ് അക്കൗണ്ടിന്റെ ഒരു കോപ്പിയാണ് പാസ്ബുക്ക് എന്ന് പറയുന്നത്. അടുത്തത് എന്താ പറയുന്നത്, ഫേവറബിൾ ബാങ്ക് ബാലൻസ്. ഫേവറബിൾ ബാങ്ക് ബാലൻസ് പറഞ്ഞാൽ എന്താണ്, ഫേവറബിൾ ബാലൻസ് എന്നത് ബാങ്കിൽ പണം ബാക്കിയുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ്. അതായത് ക്യാഷ് ബുക്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിനോട് ചേർന്ന് പാസ്ബുക്കിൽ എന്തായിരിക്കും, ക്രെഡിറ്റ് ബാലൻസും ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ബുക്കിൽ കാണുന്ന ബാങ്ക് ബാലൻസും പാസ്ബുക്കിൽ അഥവാ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണുന്ന ബാലൻസും തമ്മിൽ മാച്ച് ആവാതെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ ഈ രണ്ടിലുമുള്ള വ്യത്യാസങ്ങൾ കണ്ടെത്തി അവ നമ്മൾ എന്ത് ചെയ്യും, വിശദീകരിക്കും. വ്യത്യാസങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്, ടൈമിംഗ് ഡിഫറൻസ് അല്ലെ. ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്തിൽ വരുന്ന വ്യത്യാസം കൊണ്ടാവാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, ബിസിനസ് അല്ലാന്നുണ്ടെങ്കിൽ ബാങ്ക് കമ്മിറ്റ് ചെയ്യുന്ന എറേഴ്സ് കൊണ്ട് ആവാം ഈ ഒരു ഡിഫറൻസ് വരാനുള്ള കാരണം. പിന്നെ ശരിയായിട്ടുള്ള ക്യാഷ് ബാലൻസ്, ചിലപ്പോൾ ചില പേയ്മെന്റ്സ് അല്ലെങ്കിൽ റെസിപ്റ്റ്സ് വന്നിട്ട് രണ്ട് പുസ്തകങ്ങളിലും രണ്ട് പുസ്തകങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്സിലോ രേഖപ്പെടുത്താതിരിക്കുകയോ അല്ലെങ്കിൽ ചില എറേഴ്സ് ഉണ്ടാവുകയോ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രണ്ട് പുസ്തകങ്ങളിലെയും എൻട്രീസും ലഭ്യമായിട്ടുള്ള ഡീറ്റെയിൽസും പരിശോധിച്ച് ആ എറേഴ്സ് തിരുത്തി ശരിയായിട്ടുള്ള ക്യാഷ് ബാലൻസ് കണക്കാക്കണം. ഇതാണ് റീകൺസിലേഷൻ നടത്തുന്നതിന് മുൻപ് വേണ്ട പ്രധാന ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ബാങ്ക് റീകൺസിലേഷൻ ആണ് പഠിച്ചത്. ബാങ്ക് റീകൺസിലേഷൻ എപ്പോഴാണ് ചെയ്യുക, രണ്ട് ബുക്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ക്യാഷ് ബുക്കും പാസ്ബുക്കും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ആ എറേഴ്സ് വരാനുള്ള കാരണങ്ങളും മറ്റുമൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെന്താ നമ്മൾ റെഗുലർ ആയിട്ട് മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഇങ്ങനെയോ റെഗുലർ ആയിട്ട് ബാങ്ക് റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സിന്റെയും അതേപോലെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന്റെയും അക്യുറസി ഇത് ഉറപ്പാക്കണം. പിന്നെ നമ്മൾ റീകൺസിലേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ ആഡ് ചെയ്യണം, ഡിഡക്ട് ചെയ്യണമെങ്കിൽ ഡിഡക്ട് ചെയ്യണം. നമുക്ക് കിട്ടിയ ഡാറ്റ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്.